ഗുഡ് ഈവനിങ് ഗൈസ്. ഇപ്പോൾ ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കർ പ്രോഗ്രാമിന് ഒരു ഓറിയന്റേഷൻ ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ബേസിക്കലി പ്രിലിംസ് ഹാക്കർ എന്താണ്, അതിന്റെ കമ്പോണൻസ് എന്താണ്, അത് നിങ്ങളെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ എങ്ങനെ സഹായിക്കും, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ മേജർ കമ്പോണൻസ് എല്ലാം നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും ജസ്റ്റ് ഷോർട്ട് ആയിട്ട്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് തീംസ് എന്നുള്ളൊരു കൺസെപ്റ്റോട് കിടക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ തീംസിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ ജനറലി ചെയ്യാറുള്ളത് പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ സബ്ജക്ട് ഓറിയന്റഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് സബ്ജക്ട് ടെക്സ്റ്റ് ബുക്കുകൾ മേടിക്കുന്നു, അല്ലെങ്കിൽ NCERTs മേടിക്കുന്നു. ഈ NCERTs നമ്മൾ ഒരേ പ്രയോറിറ്റിയിൽ പഠിച്ചു തീർക്കുന്നു. ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫിയിലെ എല്ലാ ഭാഗങ്ങളും ഒരേ പ്രയോറിറ്റിയിൽ പഠിക്കുന്നു. പ്രിലിംസിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒരു കൺസെപ്റ്റോ തീമോ എടുത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു അപ്രോച്ച് മാറ്റിയിട്ട് PYQs ബേസിസിൽ, അതായത് ലാസ്റ്റ് ഒരു 10-15 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിലിംസിലെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചില ഏരിയാസിൽ നിന്ന് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മേ ബി ഒരു സിംഗിൾ തീമിൽ നിന്ന് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് പോലും ഒരു വർഷം വരുന്ന ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീം ഫോക്കസ് ചെയ്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഒരു എവിഡൻസ് സഹിതം ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആക്ട്സ് ആൻഡ് റൂൾസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. അത് എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് തീമായത്? അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. ആക്ച്വലി നമ്മുടെ സെയിം പ്രിലിംസ് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥനാകുകയാണെങ്കിൽ നിങ്ങൾ ഈ റൂൾസും ആക്ട്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻസ് വഴി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതിന്റെ PYQസിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം. ഈ എൻവയോൺമെന്റൽ ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞ സെയിം തീമിൽ നിന്ന് എത്രത്തോളം PYQs ലാസ്റ്റ് ഒരു 10 yearsൽ വന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് 2022 ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് ബീൻ കോൺസിഡർഡ് അണ്ടർ ദി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇപ്പൊ സ്ട്രേറ്റ് ആ ഒരു മേജർ ആക്ടിന്റെ അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതൊക്കെയാണെന്നുള്ള ആംഗിളിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ EPA 1986 ഒരു ക്വസ്റ്റ്യൻ ആയി 22. ഇനി സെയിം ഇയർ 2022 തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈൽഡ് ആനിമൽസിനെ പറ്റിയുള്ള ഒരു 3 സ്റ്റേറ്റ്മെന്റുകളാണ്. ഇത് ആക്ച്വലി ഡയറക്ട്ലി ടേക്കൺ ഫ്രം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്, WPA 1972. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയാം ഡയറക്ട്ലി 2 ആക്ടുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടുകൾ. ഇനി പുറമോട്ട് പോവുകയാണെങ്കിൽ 2020 ഉള്ള ക്വസ്റ്റ്യനും EPAയുടെ ചില പ്രൊവിഷൻസിൽ നിന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. മറ്റ് 2 സ്റ്റേറ്റ്മെന്റും ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി EPA അല്ല, പക്ഷേ EPAയുടെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇത് ഡയറക്ട്ലി ആ തീമിൽ അല്ലെങ്കിൽ അതിന്റെ ആംഗിൾസിൽ കവർ ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവകാശം നമുക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ആ ആക്ടിൽ നിന്ന് ഡയറക്റ്റ് ഉള്ളൂ. പക്ഷേ 2020 തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ 6 ഓഫ് ദി WPA 1972. ഇത് സ്ട്രേറ്റ് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിന്റെ ബെയർ ആക്ട് പഠിച്ചിരുന്നെങ്കിൽ സ്ട്രേറ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ 2020 ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി അതേ വർഷത്തിന് തൊട്ട് മുമ്പത്തെ വർഷം 2019 6ഓളം ക്വസ്റ്റ്യനുകളാണ് ഈ സെയിം തീമിൽ നിന്ന് UPSC ചോദിച്ചത്. പിന്നെ ആ വർഷം എൻവയോൺമെന്റിലെ വെയിറ്റേജും അത്രയും ഹൈ ആയിരുന്നു. നമുക്കറിയാം ഓരോ വർഷവും UPSC ഈ സബ്ജക്ട് വൈസ് വെയിറ്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. കഴിഞ്ഞ വർഷം മോഡേൺ ഇന്ത്യയിൽ നിന്ന് വെറും 2 ക്വസ്റ്റ്യൻ ആവുന്നു. മേ ബി അടുത്ത ഇയർ മോഡേൺ ഇന്ത്യയിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത്തരത്തിൽ വെയിറ്റേജ് മാറുന്നതനുസരിച്ച് ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം മാറും. 2019 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാമ്പ ആക്ടിൽ നിന്നാണ്. അപ്പൊ അത് നിങ്ങൾ ഒരുപക്ഷെ സ്റ്റാൻഡേർഡ് ആക്ടിന് അണ്ടറിൽ പ്രിപ്പയർ ചെയ്ത് പോകണമെന്നില്ല. പക്ഷേ ഈ എൻവയോൺമെന്റൽ ആക്ടുകൾ ഫോക്കസിൽ ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് അഫെയറിൽ ഏതെങ്കിലും ഇത്തരം എൻവയോൺമെന്റ് ആക്ട് ഡിസ്കഷനിൽ വന്നാൽ അത് അമെൻഡ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് വിവാദത്തിൽപ്പെട്ടു, ഏതെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ബില്ല് സ്റ്റക്കായി, അത്തരത്തിൽ എന്തെങ്കിലും പ്രൊവിഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് സുപ്രീം കോടതിയിൽ വരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇത്തരം ആക്ടുകൾ കറണ്ട് അഫെയർസിൽ വരികയാണെങ്കിൽ ആ ആക്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആവും ആ വർഷം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 സ്റ്റാൻഡേർഡ് ആക്ടുകളുണ്ട്. EPA 1986, WPA 1972, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഇത്തരത്തിൽ പിന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ആക്ട് 2002, ഇത്തരത്തിൽ 5-6 ആക്ട് ഉണ്ട്. ഈ ആക്ടുകളിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ആ വർഷത്തെ തന്നെ റൂൾസിൽ നിന്നാണ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016. ഇപ്പൊ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട മേജർ റൂൾസ്, അത് ഒരുപക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടോ പറയുമ്പോൾ സോളാർ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ റിസന്റ് ആയിട്ടുള്ള 2022 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. ഇതെല്ലാം എൻവയോൺമെന്റുമായിട്ടുള്ള മേജർ റൂൾസ് ആണ്. ഇത്തരത്തിൽ റൂൾസ് ആൻഡ് ആക്ട്സ് എന്നുള്ള സെയിം ഫ്രെയിംവർക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇറക്കിയ ഒരു ടൈം ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഡയറക്ട്ലി ചോദിച്ചാണ് ഈ സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ നിന്ന്. പക്ഷേ 2019 തന്നെ 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെറ്റ്ലാൻഡ് കൺസർവേഷൻ റൂൾസിനെ ഫോക്കസ് ചെയ്തായിരുന്നു. ഡയറക്ട്ലി ഫ്രം അനദർ എൻവയോൺമെന്റൽ റൂൾസ്.
സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് എൻവയോൺമെന്റൽ ആക്ട്സ്. വീണ്ടും 2019 തന്നെ ക്വസ്റ്റ്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1927 1980 ഉണ്ട്. അതിന്റെ അമെന്റ്മെന്റ് വന്നായിരുന്നു ആ വർഷം. ഫസ്റ്റ് ഡയറക്ട്ലി ഇതൊരു ഇമ്പോർട്ടന്റ് ആക്ട് ആണ്, അമെന്റ്മെന്റ് വന്നില്ലെങ്കിൽ പോലും ഡയറക്ട്ലി അതിനെപ്പറ്റി ചോദിച്ചു. കാരണം എന്താണ്? ഫോറസ്റ്റ് സർവീസുകാർ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ആക്ടാണ്. ഒന്ന് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, രണ്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2019 ഇപ്പോൾ 6 ക്വസ്റ്റ്യൻ ആയി ഈ ഒരു പർട്ടിക്കുലർ തീമിൽ നിന്ന് തന്നെ. ഇനി 2018 എടുക്കൂ, വീണ്ടും ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006, മറ്റൊരു മേജർ എൻവയോൺമെന്റൽ ആക്ട്, അതിന്റെ പ്രൊവിഷൻസിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് നമ്മൾ തീംസിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സസ് വരുമ്പോൾ അതിനകത്ത് എലാബറേറ്റ് ചെയ്യും അതെങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യുകയാണ് ഈ ഒരു തീമിന്റെ അണ്ടറിൽ നിന്ന് തന്നെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത്. സെക്കൻഡ് ഫ്രം ഇത് ഡയറക്ട്ലി നിങ്ങൾക്ക് നോക്കുമ്പോൾ ആക്ടിന്റെ അടിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ CPCB എന്ന് പറയുന്ന ബോഡി ഫോം ചെയ്തിരിക്കുന്നത് ഒരു മേജർ എൻവയോൺമെന്റ് ആക്ട് അണ്ടറിലാണ്. അതിന്റെ അണ്ടറിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് CPCB. ഇനി NGT ഫോം ചെയ്തിരിക്കുന്നത് NGT ആക്ടിന്റെ അണ്ടറിലാണ്. അപ്പൊ അത്തരത്തിൽ ഡയറക്ട്ലി എൻവയോൺമെന്റ് റിലേറ്റഡ് ആക്ടുകളിൽ നിന്നാണ് ഡയറക്ട്ലി ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വീണ്ടും ഫേവറേറ്റ് ഏരിയ WP 1972 സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ 2017 ഷെഡ്യൂൾസ് ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ആനിമൽസിനെ ഹണ്ട് ചെയ്യാം എന്നുള്ള ഒരു ബേസിക് പ്രൊവിഷന്റെ പാർട്ടായിട്ടുള്ള ഷെഡ്യൂളിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. 4 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അതിൽ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 3 ആനിമൽസിന്റെ പേര് വന്നിട്ട്. ഇതേ ക്വസ്റ്റ്യൻ 2024 റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഏകദേശം ഒരു സിമിലർ പാറ്റേൺ. അതിലോട്ട് ഞാൻ വരാം. വീണ്ടും WP 1972 ഷെഡ്യൂളുകളെ പറ്റി സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. ഇതിനുള്ളിൽ തന്നെ WP നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻ വന്നു? 4-5 ക്വസ്റ്റ്യൻ ഈ ഒരു 4 വർഷം നമ്മൾ നോക്കിയിൽ നിന്ന് തന്നെ WP എലോൺ വന്നിട്ടുണ്ട്. സോ ഇത്രയൊരു ഫ്രെയിം വർക്ക് ഞാൻ 2022 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചത്. അപ്പൊ ഈ ഒരു ഫ്രെയിം വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു തീം നിങ്ങൾ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്ത് പോയിരുന്നെങ്കിൽ, അതായത് ഒരു 5 മേജർ എൻവയോൺമെന്റൽ ആക്ടുകളും അതിനോടൊപ്പം കറണ്ട് അഫിയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എൻവയോൺമെന്റൽ ആക്ടുകൾ, ഇത് രണ്ടും നിങ്ങൾ ഡെപ്തിൽ ഫോക്കസ് ചെയ്ത് അതായത് എക്സ്ട്രാ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയിരുന്നെങ്കിൽ 23-ലും 24-ലും നിങ്ങൾക്ക് ഗുണമുണ്ടാകുമായിരുന്നോ എന്ന് നമുക്ക് നോക്കാം. 23-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസിന്റെ 2 റോളുകളെ പറ്റിയാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് സ്ട്രെയിറ്റ് എടുത്തിരിക്കുകയാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ആക്ടിൽ നിന്ന്. സ്ട്രെയിറ്റ് നിങ്ങൾ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ആക്ട് ആദ്യം ഒരു ബെയർ ആക്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈസിലി ഇത്തരം ക്വസ്റ്റ്യൻസ് കൗണ്ടർ ചെയ്യാമായിരുന്നു. നമ്മൾ പ്രിലിംസ് ആക്കർ പരിപാടിയിൽ ചെയ്യുന്ന എന്താണ്, ഇത്തരം തീംസ് എടുത്തിട്ട് ഇത്തരം തീംസിന്റെ സോഴ്സ്, ഫോർ എക്സാമ്പിൾ ഇവിടെ ബെയർ ആക്ട് ആണ് സോഴ്സ്, ആ ബെയർ ആക്ട് എടുത്തിട്ട് അതിൽ നിന്ന് PVQ അനാലിസിന്റെ ബേസിസിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നോട്ടാക്കി മാറ്റും. എന്നിട്ട് ആ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ തീംസ് ഐഡന്റിഫൈ ചെയ്ത് ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് ഫോക്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അതേ വർഷം 2023 തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കമ്മ്യൂണിറ്റി റിസർവിനെ പറ്റിയായിരുന്നു. കമ്മ്യൂണിറ്റി റിസർവ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഡയറക്ട്ലി ഒരു പാർട്ടായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി റിസർവും കൺസർവേഷൻ റിസർവും 2 സെപ്പറേറ്റ് ആയിട്ട് 2 പാർട്ടുകളായിട്ട് WPA 1972 ഉണ്ട്. അപ്പൊ WPA ബെയർ ആക്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചിരുന്നെങ്കിൽ പോലും ഈ സാധനം നിങ്ങൾക്ക് ആൻസർ ചെയ്യാമായിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡയറക്ട്ലി ആക്ടിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് പല സ്റ്റേറ്റ്മെന്റുകൾ. നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്നല്ല UPSC നോർമലി ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. ഇനി 2024 നോക്കൂ, വീണ്ടും WPA ഷെഡ്യൂളുകൾ. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് WPA വെർമിൻ കാറ്റഗറി എന്ന് പറഞ്ഞ ഷെഡ്യൂളിലാണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ WPA നേരത്തെ തന്നെ ഫോളോ ചെയ്ത് പഠിച്ചത് നിങ്ങൾക്ക് അറിയാം. നേരത്തെ 6 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഷെഡ്യൂൾ പർട്ടിക്കുലർലി ഫോർ വെർമിൻസ് ആയിരുന്നു. വെർമിൻസ് എന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെടാൻ പറ്റുന്ന, കൃഷിനാശം വരുത്തുന്ന, ജീവഹാനി സംഭവിപ്പിക്കുന്ന അത്തരം മൃഗങ്ങൾ, അവരെയാണ് നമ്മൾ വെർമിൻ കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കാട്ടുപന്നിയൊക്കെ കൃഷിനാശം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അവരെ ചിലപ്പോൾ വെർമിൻ ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ കാണുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. വെർമിൻ കാറ്റഗറി എന്നൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു WPA-യിൽ, അതാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആ ഷെഡ്യൂൾസ് നിങ്ങൾ പഠിക്കണമായിരുന്നു. അതായത് ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു. ഒന്ന് ഷെഡ്യൂൾ 6 അണ്ടറുള്ള ആനിമൽസ് ഏതാണെന്ന് പറഞ്ഞു 3 ആനിമൽസിന്റെ പേര് വന്നു. ഗരിയല്, ബ്ലാക്ക് ബഫലോ എന്നൊക്കെ പറഞ്ഞ് 3 ആനിമൽസിന്റെ പേര് വന്നു. അതേ പാറ്റേണിലാണ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ഫീഡ്സ് ഓൺ ദ ബ്ലഡ് ഓഫ് അതർ ആനിമൽസ്. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ഏത് ഷെഡ്യൂളിൽ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാമായിരുന്നു. ബിക്കോസ് വൺ ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് റോങ്. ഓക്കെ, അപ്പോ ഇത്തരം പാറ്റേൺ, തീം വൈസ് പാറ്റേൺ ഫോളോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാമായിരുന്നു. ഡയറക്ട്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് നിങ്ങളിപ്പോൾ കുറെ ആക്ടുകൾ പഠിച്ചു, മേജർ ആക്ടുകളല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവണം വരണമെന്നില്ല. പക്ഷേ ആ ആക്ടിന്റെ കണ്ടക്സ്റ്റും ആ ആക്ടിന്റെ മേജർ കണ്ടൻസും എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ഈ ആക്ട് വരുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ റിയൽ ടൈം എക്സാം സിനാരിയോയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു വറി ഉണ്ടാവത്തില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. ഇത്തരത്തിലൊരു 30 to 40 ഏരിയാസ് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും.
ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് ആംഗിളിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ക്വസ്റ്റ്യൻസ് കാണണ്ട. നമുക്കറിയാം ഇത്തരം ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത്. അപ്പൊ അതിൽ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു ബുക്കിലെ എല്ലാ കണ്ടന്റിനും ഒരേ ടൈം കൊടുക്കുന്നതിന് പകരം, ഒരേ പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം ഇതിൽ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ അതാണ് ഫസ്റ്റ് തീം കൂടെ ഇല്ലസ്ട്രേറ്റ് ചെയ്തത്. ഇനി ഇപ്പോൾ ആദ്യം കാണിച്ച എൻവയോൺമെന്റ് ആണ്. വേറൊരു സബ്ജക്റ്റിലെ ഒരു തീം കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ മോഡേൺ ഇന്ത്യയുടെ കണ്ടക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ, മോഡേൺ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, 2 ക്വസ്റ്റ്യനെ വന്നുള്ളൂ. പക്ഷേ ഒരു 10 വർഷത്തെ PVQ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പല വർഷവും മോഡേൺ ഇന്ത്യയുടെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില വർഷം 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ വരത്തുള്ളൂ, വേറൊരു വർഷം ഇപ്പോൾ 7 ക്വസ്റ്റ്യൻ വരും മോഡേൺ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് മോഡേൺ ഇന്ത്യ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു തീമല്ല സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിലെ മേജർ തീംസ് എന്തൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള തീംസ് എന്തൊക്കെയാണ്? അതിലൊരു തീം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, പേഴ്സണാലിറ്റീസ്. ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ അവർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ നിന്ന് പേഴ്സണാലിറ്റീസ് നിങ്ങൾക്ക് തോന്നും വേഗ് ആണല്ലോ, എത്രത്തോളം പേഴ്സണാലിറ്റീസ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അപ്പൊ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പേഴ്സണാലിറ്റീസ് എന്ന തീമിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 പേഴ്സണാലിറ്റീസിന്റെ പേര് തന്നിട്ടുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഈ താഴെ പറയുന്നതിൽ ആരൊക്കെയാണ് ഈ കോൺട്രിബ്യൂഷൻ നടത്തിയത്? ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും 4 പേഴ്സണാലിറ്റീസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആരാണ് മോളിൽ പറയുന്ന കാര്യം ചെയ്തത്, അത് ഒരു കോൺട്രിബ്യൂഷൻ ആണ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിലെ പാർട്ടിസിപ്പേഷൻ ആണ്. ഇനി വീണ്ടും പേഴ്സണാലിറ്റി ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താണ്, ഒരു കീ ഓർഗനൈസേഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ പദവി വഹിച്ച പേഴ്സണാലിറ്റീസ്, ആ ആംഗിളിലാണ് ഈ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ 20 ക്വസ്റ്റ്യൻ ആണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സിംഗിൾ തീമിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിലെ പല ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ കാണാൻ പറ്റും. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, 3 ഓർഗനൈസേഷൻസ്, ഒരു പേഴ്സണാലിറ്റി. ആ 3 ഓർഗനൈസേഷൻസിൽ ഏതൊക്കെയാണ് ഈ പേഴ്സണാലിറ്റി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്? ഇതേ ക്വസ്റ്റ്യൻ പാറ്റേൺ തിരിച്ചുവിടാം. ഒരു 3 പേഴ്സണാലിറ്റീസ് തന്നിട്ട് ഒരു ഓർഗനൈസേഷൻ തരാം, സേ ആര്യ സമാജ്. എന്നിട്ട് 3 പേഴ്സണാലിറ്റീസിനെ തന്നെ ചോദിക്കാം, ആര്യ സമാജുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് താഴെ പറയുന്നതിൽ ആരൊക്കെയാണ്? ഈ ഒരു പാറ്റേണിൽ 7-8 ക്വസ്റ്റ്യൻ എങ്കിലും ലാസ്റ്റ് 10 വർഷത്തെ തന്നെ UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു പർട്ടിക്കുലർ പാറ്റേൺ ആണ്. ഒന്നില്ലെങ്കിൽ ഓർഗനൈസേഷൻ വന്നിട്ട് പേഴ്സണാലിറ്റീസിനെ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ് വന്നിട്ട് ഓർഗനൈസേഷൻ ചോദിക്കാം. അതും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, ഒരു സൈഡിൽ പേഴ്സണാലിറ്റി, മറ്റേ സൈഡിൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു പാറ്റേൺ ഈ PVQs കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ PVQs എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. വീണ്ടും ഒരു പേഴ്സണാലിറ്റി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡന്റ്, ഹിന്ദു മസ്ദൂർ സഭ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, അസോസിയേറ്റഡ് പേഴ്സണാലിറ്റീസ്. വീണ്ടും ഓൾ ഇന്ത്യ ലിബറൽ ഫെഡറേഷൻ എന്ന ഓർഗനൈസേഷൻ, അസോസിയേറ്റഡ് പേഴ്സണാലിറ്റി. അത്തരത്തിൽ 3 ഓർഗനൈസേഷൻസ്. ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് റിപ്പീറ്റഡ് ആവുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പാറ്റേണിലോട്ട് എത്തിച്ചേരും. അതായത് ഞാൻ എടുക്കാതെ ഇതാണ് എൻ്റെ ഫ്രെയിം വർക്ക്. പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞ തീമിൽ നിന്ന് ഇത്രയും ആംഗിൾസിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നിൽ വൈസ്രോയ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്, അവരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവം തന്നിട്ട് അത് ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് റിഫോമേഴ്സ്, കീ റിഫോമേഴ്സ് ലൈക്ക് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയ്, അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതി, ഇത്തരം ആളുകളുടെ സോഷ്യൽ റിഫോം കോൺട്രിബ്യൂഷൻസ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? ഓർഗനൈസേഷൻസ്. 20 ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് 10 വർഷത്തിൽ ഏകദേശം 8-9 ക്വസ്റ്റ്യൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ആംഗിളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓർഗനൈസേഷൻസും അതിൽ അസോസിയേറ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസും, അല്ലെങ്കിൽ ലൈക്ക് തിലകനെ ഗാന്ധി എംബോർഡിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓർഗനൈസേഷൻസും, ആ ആംഗിൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, സ്പെക്ട്രം ഒരു വലിയ ബുക്കാണ്, അതിൽ എല്ലാ കാര്യത്തിനും ഒരേ പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ആ ഏരിയയിൽ പഞ്ചാബിനെ എങ്ങനെ കോൺക്വർ ചെയ്തു, അല്ലെങ്കിൽ മദ്രാസിനെ എങ്ങനെ കോൺക്വർ ചെയ്തു, ബംഗാളിനെ എങ്ങനെ കോൺക്വർ ചെയ്തു, ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. അപ്പൊ അതിന് പ്രിലിംസിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ PVQ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഉണ്ട്, അതിനെ തീംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഓരോ ക്വസ്റ്റിന് ആംഗിൾസ് പരിശോധിക്കുക. ഏതെങ്കിലും സെയിം ആംഗിൾ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ആംഗിൾസ് ഫോക്കസ് ചെയ്ത് നോട്ട് ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ആംഗിൾ ഞാൻ ഒരു നോട്ട് കാണിച്ചു. ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി, അയാളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ നോട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം PVQ നോക്കും, എങ്ങനെയാണ് പേഴ്സണാലിറ്റീസിനെ പറ്റി ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ്, ആ പേഴ്സണാലിറ്റി വധിച്ച ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസ്, ദിവാൻ ഓഫ് മഹാരാജ ഓഫ് ബറോഡ, ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻസ്, ലണ്ടൻ ഇന്ത്യ സൊസൈറ്റി ഉണ്ടാക്കി, മുംബൈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ആയിരുന്നു, ഫസ്റ്റ് ഏഷ്യൻ ബിക്കം എ ബ്രിട്ടീഷ് MP ഇൻ 1892. ഇത്തരത്തിൽ കുറെ അച്ചീവ്മെന്റ്സും അസോസിയേറ്റഡ് ഓർഗനൈസേഷൻസും പുള്ളിക്കുണ്ട്.
ഇനി പുള്ളി ഏതെങ്കിലും ബുക്കുകൾ എഴുതിയിട്ടുണ്ടോ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, പുള്ളിയുടെ വളരെ പ്രശസ്തമായ ബുക്കാണ്. അതിലാണ് ഡ്രെയിൻ തിയറി വരുന്നത്, ഇക്കണോമിക് ഡ്രെയിൻ തിയറി. അപ്പൊ അത്തരത്തില് ഓരോ പേഴ്സണാലിറ്റിയെ പറ്റി നോട്ട് ഉണ്ടാക്കുമ്പോഴും ഏത് ആംഗിളിൽ ക്വസ്റ്റ്യൻ ചോദിക്കപ്പെടാം ആ ആംഗിൾ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. നേരെ മറിച്ച് ഏത് ഓർഗനൈസേഷനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴും രണ്ട് കാര്യം ആലോചിച്ചാൽ മതി. അതിലെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ആരൊക്കെയായിരുന്നു, രണ്ട് ആ ഓർഗനൈസേഷന്റെ എയിം എന്തായിരുന്നു. ഈ ഒരു ആംഗിളിൽ മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്താൽ പോലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്രിലിംസ് ഹാക്കറിനകത്ത് ഈ തീം ബേസ് ഓരോ ആംഗിളിലുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യും. ഒന്ന്, നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യന്റ് ആകാം, നിങ്ങൾക്ക് തന്നെ തീംസ് അനലൈസ് ചെയ്ത് തീംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിന്റെ ആംഗിളിൽ വെച്ച് നോട്ട് ഉണ്ടാക്കാം. രണ്ട്, ഇത്തരത്തിൽ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇത്തരത്തിൽ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ആദ്യത്തെ തീംസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു 10-30 തീമുണ്ട്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത്തരത്തിലൊരു 10-30ഓളം തീംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 30 തീംസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് പെർ ഇയർ എടുക്കുകയാണെങ്കിൽ ഒരു 45 ക്വസ്റ്റ്യൻസ് ഓൺ ആവറേജ് നിങ്ങൾക്ക് ഒരു വർഷം ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏരിയാസ്. അപ്പൊ അതാണ് തീംസ് കൊണ്ടുള്ള ഗുണം. ഈ തീംസ് മാത്രമല്ല നമ്മൾ പ്രിലിംസ് ഹാക്കർ പരിപാടിയിലുള്ളത് ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ട്. അതായത് എക്സാമിനർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഡീകോഡ് ചെയ്യുന്ന രീതിയുണ്ട്. അതല്ല, ക്വസ്റ്റ്യനിലെ കണ്ടന്റ് വെച്ച് തന്നെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് ആൻസറിലോട്ട് എത്തിച്ചേരുന്ന രീതികളുണ്ട്. അപ്പൊ അത്തരം ട്രിക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ഇമ്പോർട്ടൻറ്റ് സോഴ്സുകൾ നമ്മൾ തന്നെ PVQ റിസർച്ച് ചെയ്തിട്ട് ഏത് സോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏത് സോഴ്സ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അത് രണ്ടും ഇപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യും.